പ്രിയപ്പെട്ടവരെ, ഞാൻ ഡെറിൻ റോക്സിയോ. ഞാൻ എഴുതിയ 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഗ്രേസ്ഫുൾ കാത്തലിക് ടീച്ചിങ്സ് എന്ന പുസ്തകം. ഇത് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും മറ്റ് മതങ്ങളുടെ പ്രബോധനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും ഇതര ക്രിസ്തീയ ലേബലിൽ ഉള്ള ഇതര ക്രൈസ്തവ സഭകളുടെ പ്രബോധനങ്ങളും തമ്മിൽ ഇതുപോലെ തന്നെ വലിയൊരു വ്യത്യാസമുണ്ട്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ ശ്ലീഹന്മാരുടെ പഠനങ്ങൾ, ആദിമ പിതാക്കന്മാരുടെ പഠനങ്ങൾ, മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങൾ, പരിശുദ്ധ സുനഹദോസുകളിൽ എടുത്ത തീരുമാനങ്ങൾ, ഇവയുടെ എല്ലാം പശ്ചാത്തലത്തിൽ സഭ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനം. എന്നാൽ മറ്റ് സഭകളാവട്ടെ അവയുടെ തലവന്മാർക്ക് അപ്പോൾ സമയാസമയം കിട്ടുന്ന വെളിപാട് പോലെ നിശ്ചയിക്കുന്നതാണ് ആ പ്രബോധനം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്ക് മറ്റ് സഭകളുടെ പ്രബോധനങ്ങളെക്കാൾ വലിയൊരു ശ്രേഷ്ഠതയുണ്ടെന്ന കാര്യം നാം മറക്കരുത്. ഈ പുസ്തകത്തിൽ ഈ കാര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് ആത്മീയ ലേഖനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തതാണ് ഇത്. ഇതിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന ഈ രത്നച്ചുരുക്കം വായിക്കുകയാണ്. The Catholic view is not the common Christian view on many doctrinal matters. Many see the contradictory teachings of all Christian churches in the name of Christ as Christian teachings. The Catechism of the Catholic Church are those followed from apostolic times, revised in detail from time to time by church councils, and approved by the Pope with the exhortation authority. God's blessing resides in it. That is, only the graceful teaching. With the spread of charismatic preaching, Protestant preaching, and other misguided teachings have spread within the Catholic Church itself. These weeds between crop are not immediately recognizable. We should heed their teachings of the Holy Church on any subject. മറ്റൊരു പുസ്തകമാണ്. ഇന്നേറെ ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. ഞാൻ എൻ്റെ BTH അതായത് തിയോളജിക്കൽ ഡിഗ്രിയുടെ ഭാഗമായി അവിടെ തീസിസിന് ഞാൻ തന്നെ ചൂസ് ചെയ്ത ഒരു സബ്ജക്റ്റാണ് കമൻട്രി ഓഫ് കാനൻ ലോ 271 ഓഫ് CIC, ഇൻകാർഡിനേഷൻ ഓഫ് എ ഡയസിസിൻ പ്രീസ്റ്റ് ടു അനദർ ഡയസിസ്. ഇതാണ് ആ പുസ്തകം. ഇന്ന് നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നമ്മൾ വിമത പുരോഹിതരെന്ന് ലേബലിൽ ചാർത്തിയ ഒരുപാട് പുരോഹിതരുണ്ട്. എന്നാൽ അവരിൽ പലരും വിമതരുടെ പക്ഷത്താണെങ്കിൽ പോലും അവർക്ക് വിമതരുമായിട്ട് മനസ്സുകൊണ്ട് യോജിക്കാനാവില്ല. എങ്കിലും ഭൂരിപക്ഷം ഇവരായതിനാൽ ഇവിടെ നിന്ന് സഹിച്ചേ പറ്റൂ, മറ്റൊരു വഴിയില്ല എന്ന അർത്ഥത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. ഇതേപോലെ നിരവധി അച്ഛന്മാർ മറ്റു രൂപതകളിലും മറ്റ് സന്യാസ സമൂഹങ്ങളിലും തങ്ങൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിലും അവിടെ മറ്റൊരു വഴിയില്ല, പോകാൻ വഴിയില്ല, ഇത് പറ്റൂ, രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് വിചാരിച്ച് അവിടെ തന്നെ തുടരുകയാണ്. ഇവരെ പോലെയുള്ള ഇങ്ങനെ വിഷമിക്കുന്ന നിരവധി പുരോഹിതരെ സഹായിക്കാൻ പറ്റുന്ന ഒരു അതിനുപറ്റിയ നിയമവശങ്ങൾ വിശദമായി എഴുതി ഞാൻ എഴുതി ചേർത്ത ഒരു എൻ്റെ തീസിസിൻ്റെ ഭാഗമായി പ്രിപ്പയർ ചെയ്ത തീസിസാണ് ഈ പുസ്തകം. ഇതൊരു കാനനിസ്റ്റ് പ്രിപ്പയർ ചെയ്തതല്ലെങ്കിൽ കൂടിയും കാനനിസ്റ്റ് തീസിസിൻ്റെ ഇടയിൽ അവർ വിശദമായി പഠിച്ച് അപ്രൂവ് ചെയ്ത ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അതിൻ്റേതായ വിലയുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന രത്നച്ചുരുക്കം ഇപ്പോൾ വായിക്കാം. Many countries have no native vocations and enough people who are leading a religious life. This happens everywhere. Now in India too, there are many places facing less clerics. Due to this, people are unable to receive sacraments even once a year. This results many priests to move from one diocese to another temporarily while remaining incarnate in their home diocese. For this, CIC 271 and CCEO useful for them. It must be suspected that many dioceses and many monastic communities have deviated from the spiritual path and become a movement that confirms the desires of the world due to leadership problems or local peculiarities. Example, Ernakulam Angamali Archdiocese.
These writings will help those who belong to such misguided monastic communities or dioceses to reach their call without wandering too much while looking for new pastures to ensure the salvation of many and their own. From that standpoint, the spiritually mature can benefit from this short book in connection with the salvation of the soul. ഈ രണ്ട് പുസ്തകങ്ങളും പട്ടച്ചേരി അച്ഛൻ ആൻസലച്ചന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നതിൻ്റെ ദൃശ്യമാണിത്.